സിറോ മലബാർ സഭയുടെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയുടെ ഒരു താത്വികമായ അവലോകനം കൊണ്ടുള്ള ഒരു വെള്ളപൂച്ചൽ കാണാനിടയായി. വല്ലാതെ വെളുപ്പിക്കാൻ ശ്രമിക്കലായി, പക്ഷേ എല്ലാം കറുത്തു വരുന്നു എന്നല്ലാതെ വെളുക്കുന്നില്ല പാംപ്ലാനി. അതിനെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാനും അങ്ങനെ ചിന്തിച്ചിരുന്നതാണ്. ഇവിടെ ഇതിൻ്റെ ചുമതലയിൽ വരുന്നവരെയും എൻ്റെയും ചിന്താഗതി അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഇവരാരും പോപ്പിനെതിരല്ല. പോപ്പിനെ ഇവർ അത്രമേൽ ആദരവോടെ നോക്കിക്കാണുന്ന ഒരു സമൂഹമാണ് ഇവിടെയുള്ളത്. അവർക്ക് മാർപ്പാപ്പായോട് ഒരു വിരോധമില്ല. ഇവർ പറയുന്നത് ഞങ്ങൾ ഇവിടെ എടുത്തൊരു തീരുമാനമാണ്. പോപ്പ് ഔദ്യോഗികമായി എടുത്തൊരു തീരുമാനമല്ല. ഇവിടെ ഒരു തീരുമാനത്തെ പോപ്പ് എൻഡോഴ്സ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അവരുടെ വികാരങ്ങൾ മാനിക്കപ്പെട്ടില്ല എന്നുള്ളൊരു ചിന്താഗതി അവർക്കുണ്ടായി. അതിനോട് അവർ പ്രതിഷേധിച്ചു. ആ പ്രതിഷേധം പരിധി വിട്ടു പോകുന്നൊരു സാഹചര്യം വന്നപ്പോഴാണ് സിനഡ് തീരുമാനിച്ചു, ഓക്കെ, അവരുടെ വികാരങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ പോപ്പ് പറഞ്ഞ ആ ഒരു കാര്യം പൂർണ്ണമായും നടപ്പിലാക്കുന്ന ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അത് ഭാഗികമായി നടപ്പിലാക്കുന്ന ഒരു ഇങ്ങനെയൊക്കെ കിടന്ന് മെഴുകാൻ ഇത് ചാണകത്തറയൊന്നുമല്ലല്ലോ. മാർപ്പാപ്പയെ അനുസരിക്കാത്തത് ശീഷ്മയാണ് മിസ്റ്റർ പാംപ്ലാനി. അതിനെ ശീഷ്മ എന്ന് തന്നെ പറയണം. അതിനെ ന്യായീകരിക്കാൻ വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട. ഈ കിടുത്തം പറയുന്ന ന്യായീകരണ വരട്ടുവാദം ആര്, എവിടെ, എങ്ങനെ, എന്തുകൊണ്ട് അംഗീകരിക്കുമെന്ന് കൂടി അങ്ങ് തന്നെ ഒന്ന് പറഞ്ഞു തന്നു. കഴിഞ്ഞ ദിവസം BJPയും വെള്ളപൂശി കാര്യമായൊക്കെ പറയുന്ന കേട്ടു. അവർ ബാധ്യതയല്ല, പക്ഷേ അങ്കലാപ്പാണ്. അതോടെ ഇരിക്കട്ടെ. മാർപ്പാപ്പയെ അനുസരിക്കാത്ത പരിശുദ്ധ കുർബാനയെ നിരന്തരം അവഹേളിച്ച് കർദിനാളിനെ കൊടുക്കാൻ വ്യാജ രേഖ വരെ നിർമ്മിച്ച ക്രിമിനൽ വൈദികരെ ന്യായീകരിച്ച് തറയിൽ കിടന്ന് മെഴുകുന്ന മെത്രാൻ സ്ഥാനത്തിരിക്കാൻ യാതൊരു യോഗ്യതയുമില്ല അങ്ങേക്ക്. അങ്ങിൽ നിന്നും മാർപ്പാപ്പയെ അനുസരിക്കുന്ന കത്തോലിക്ക വിശ്വാസികൾക്ക് നീതി പോയിട്ട് നീതി എന്ന ആ ഒരു പ്രതീക്ഷ പോലും ലഭിക്കുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല. ഒരു റീത്തിൽ ജോഗ്രഫിക്കൽ ഏരിയ അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന ഈ പാംപ്ലാനി എവിടുത്തെ ബിഷപ്പ് എന്നാണ് ഇപ്പോൾ വിശ്വാസികൾ ചോദിക്കുന്നത്. ഇയാൾ വിമതരുമായി ഉണ്ടാക്കിയ ഡീൽ എന്താണെന്ന് തുറന്നു പറയാൻ ധൈര്യമുണ്ടോ? അതെ, അത് തന്നെയാണ് സഭയിലുള്ള വിശ്വാസികളിൽ ചോദിക്കുന്നത്. അവർ വെല്ലുവിളിക്കുകയാണ് ഇപ്പോൾ. മുമ്പൊക്കെ ഭയഭക്തി ബഹുമാനങ്ങളോടെ ആർച്ച് ബിഷപ്പിന്റെ മുന്നിൽ അവർ വണങ്ങി നിൽക്കുമായിരുന്നു. ഇപ്പോൾ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്, താൻ ഇവിടുത്തെ വിമത ബിഷപ്പാണോ? താൻ ഒന്നാം തരം വിഷവും വിമതനും ഒക്കെ തന്നെയെന്ന് അവർ പറയും. മാർപ്പാപ്പ വ്യക്തമായി നിർദ്ദേശിച്ച തീരുമാനം നടപ്പാക്കാത്ത ആ കൂട്ടരെയാണ് വിമതരെന്ന് വിളിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പാംപ്ലാനിയും ഒരു വിമതൻ തന്നെയാണ്, വിമത മെത്രാൻ തന്നെയാണ്. ഒരു പ്രശ്നം അഥവാ തർക്കമുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗം അതെന്താണ്? പലതുണ്ട്. ആ വിഷയം സംബന്ധിച്ച നിയമങ്ങളുണ്ട്, അത് അനുസരിക്കണം. നിയമങ്ങളാണ് ഈ രാജ്യത്ത് അനുസരിക്കേണ്ടത്. ഏത് കാനൂനിക നിയമമായാലും അനുസരിക്കണം. അത് രണ്ട് കക്ഷികളും തയ്യാറാകണം. അതെന്താണെന്ന് രണ്ട് കൂട്ടരെയും ബോധ്യപ്പെടുത്താൻ ഈ ഒരു മെത്രാന് കഴിയണം. കോടതിയിൽ പോയാൽ അതാണ് നടക്കുന്നത്. എന്നാൽ കോടതി നിയമം നോക്കാതെ ഒരു പാർട്ടിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഒരിക്കലും വിധി പറയില്ല. കോടതി അങ്ങനെ വഴങ്ങത്തുമില്ല. പാംപ്ലാനി പറയുന്ന ഒരു കാര്യം വളരെ ശരിയാണ്. എന്താണ്? ആരും മാർപ്പാപ്പയ്ക്ക് എതിരല്ല. ശരിയാണ്. പിതാവിന്റെ തന്നെ വാക്കുകളിൽ എന്തുകൊണ്ട് മാർപ്പാപ്പയുടെ വാക്കുകൾ അനുസരിക്കാതെ സമവായം ഉണ്ടാക്കി എന്നാണ് ചോദ്യം. വീണ്ടും പൗരസ്ത്യ തിരുസംഘം പറഞ്ഞിട്ട് പ്രശ്നം തീർത്തതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? ഇനിയും ഒന്നും നോക്കാതെ പറഞ്ഞാൽ, വെറും യുക്തി വെച്ച് നോക്കിയാൽ ഒരു ജോലി ചെയ്യാൻ ഒരാൾ നിയമിക്കും. ആ സമയം അയാൾ പറയും. ആ ജോലി തന്റെ നിയമം അനുസരിച്ച് ചെയ്യില്ലെന്ന് വീണ്ടും അയാൾ പറയും. അവിടെ എന്താണ് ചെയ്യേണ്ടത്? ഇതാണ് ഒരു മെത്രാൻ ചെയ്യുന്നത്. ചെയ്യാൻ പാടില്ല എന്ന് മാർപ്പാപ്പ പറയും. വത്തിക്കാൻ പറയുന്നത് പരിശുദ്ധ സിംഹാസനം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പ 2 തവണ കത്തയച്ചു. ഒരു തവണ അദ്ദേഹം വീഡിയോയിൽ വന്നു. എന്റെ പ്രിയപ്പെട്ട സ്നേഹപ്പെട്ട കൊച്ചി അതിരൂപതയിലെ വിശ്വാസികളെ, വിമത വൈദികരെ, നിങ്ങൾ ഐക്യത്തോടെ ഇരിക്കുവിൻ എന്ന് പറയും. നിങ്ങൾ ഏകീകൃത കുർബാന അർപ്പിക്കണം, ആൾക്കാരേക്ക് അഭിമുഖമായി വേണം വത്തിക്കാനിലെ പോലെ കുർബാന അർപ്പിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാൻ ആ പരിശുദ്ധ പാപ്പ കാലുമിത്രയായിട്ടും അനുസരിക്കാൻ താല്പര്യമില്ല. എന്നിട്ട് ഇന്ത്യ റീത്ത് എന്നൊക്കെ പറഞ്ഞ് വരികയാണ്. എന്താണ് ഇന്ത്യ റീത്ത് എന്ന് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞിരുന്നു. ഇന്ത്യ റീത്തിൽപ്പെട്ടവർ എന്താകാൻ ആഗ്രഹിക്കുന്നു, എന്തുപോലെ ആകാൻ ആഗ്രഹിക്കുന്നു? കഷ്ടം.
വരേണ്യ ചിന്തകൾ ഹൈന്ദവ മതങ്ങളിൽ നിന്ന് വരെ ഇപ്പോൾ എടുത്തു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബ്രാഹ്മണ്യത്വം എന്നാൽ അവർ പോലും പലയിടത്തും ഉപയോഗിക്കാൻ വിസമ്മതിക്കുന്ന ഒരവസ്ഥ. അതേ ബ്രാഹ്മണ്യത്വം, ബ്രാഹ്മണിക രീതികൾ, ബ്രാഹ്മണിക ചിട്ടകൾ, ചെയ്തികൾ, ആചാരങ്ങൾ, ചടങ്ങുകൾ, ചുരുക്കി പറഞ്ഞാൽ തങ്ങൾ ബ്രാഹ്മണ കുലത്തിൽപ്പെട്ടവരാണെന്ന് വരുത്തി തീർക്കാനുള്ള വിമത കൂട്ടത്തിന്റെ ഒരു നീക്കം. അതിന് തലച്ചേരിയിലെ ഈ പിതാവ് തന്നെ കുടപിടിച്ചു കൊടുക്കുമ്പോൾ വിശ്വാസികൾ എന്ത് കരുതണം? പരിശുദ്ധ സിംഹാസനത്തിനും ഒരു ക്ഷമയുണ്ട്, പരിധിയുണ്ട്. അത് ഏതുവരെ ആ ക്ഷമയും പരിധിയും ഒക്കെ നമുക്ക് അളന്ന് നിശ്ചയിക്കേണ്ടി വരുമെന്നത് ഇനിയും വിമതർക്ക് അറിയില്ലെങ്കിൽ അത് ഇനി വത്തിക്കാൻ വീണ്ടും പറഞ്ഞു തന്നു. എന്താണ് രണ്ട് മേജർ ബിഷപ്പും മൈനർ ബിഷപ്പും കൂടി റോമിൽ പോയല്ലോ, എന്താണ് പറഞ്ഞത്? പരിശുദ്ധ സിംഹാസനം യെസ് ഓർ നോ? നിങ്ങൾ എന്താണ് അങ്ങോട്ട് ഉര ചെയ്തത്? അദ്ദേഹം എന്താണ് ഇങ്ങോട്ട് നിഷ്കർഷിച്ചത്? ഇതൊന്നും അറിയാൻ ഇവിടെ ആർക്കും അവകാശമില്ലേ? നിങ്ങൾ പറയണ്ട. സിനഡിലെങ്കിലും, ജനുവരിയിൽ നടക്കുന്ന സിനഡിലെങ്കിലും നിങ്ങൾ വാതുറക്കുമോ? വാതുറക്കുന്നത് കള്ളം പറയാനാണോ? അതോ എന്താണ് ലിയോ 14 പാപ്പ എന്താണ് നിങ്ങളോട് പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്ന് ഇവിടെ ഒന്ന് ചുരുക്കി പറയാമോ? അത് പറയാത്തിടത്തോളം കാലം മീഡിയ കമ്മീഷന്റെ ഔദ്യോഗിക വാക്കുകളെ വിശ്വസിക്കാൻ പോലും വിശ്വാസികൾ തയ്യാറല്ല എന്ന് കൂടി ഓർക്കണം. എന്തിനീ സിനഡും, എന്തിനീ മെത്രാന്മാരും, എന്തിനീ വൈദികരും, എന്തിനീ വിമത പുരോഹിതരും? അതാണ് ഇപ്പോൾ വിശ്വാസികൾ ചോദിക്കുന്നത്.